അർഹതയുള്ള ആളെ കയ്യിൽ എത്തിയിട്ടില്ല. നമ്മളങ്ങനെയല്ല ചെയ്യുമ്പോ അർഹതയുള്ള ആള് 100% അർഹതയുള്ള ആളാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് ഇങ്ങനെ നിങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ട് വിളിച്ചോടനെ ഫോൺ എടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ സാധനം കട്ടിലും ബെഡും കൊടുന്നു വളരെ നന്ദിയുണ്ട്. ഒരിക്കലും മറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. സുഹൃത്തുക്കളെ, സുഹൽ തച്ചോടിയാണ്. അപ്പൊ ഞാനുള്ളത് കരിമ്പുഴ പഞ്ചായത്തിലാണ്. അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ സുഹൃത്ത് വിളിച്ചിരുന്നു, പിന്നെ കട്ടിലില്ല, അപ്പൊ ഒരു കട്ടില് കൊടുന്നേരുമെന്ന് ചോദിച്ചു വിളിച്ചിരുന്നു. 4 വർഷമായി ഡയാലിസിസ് ചെയ്യണു. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്യണത്. അപ്പൊ നമ്മൾ അന്ന് തന്നെ മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ മെമ്പർ അതിന്റെ സത്യാവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തി. കാരണം ഈ 5 സെന്റ് സ്ഥലത്ത് ഇവര് നാട്ടുകാരും മെമ്പറുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഒരു സീറ്റ് ഇട്ട ഒരു വീട് ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളെ നാട്ടുകാർ കൂടിയിട്ടുണ്ടായിരുന്നു. 3 കുട്ടികളാണ്, 2 പെൺകുട്ടികളും ഒരാൺകുട്ടി. കാര്യമായിട്ട് വേറെ വരുമാനമൊന്നുമില്ല. ഭാര്യ കടയിൽ പോയി നിൽക്കുന്നുണ്ട്. വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ നമ്മളത് തന്നത് നമ്മളെ വൈറ്റ് മാർട്ട് ഫർണിച്ചറാണ്, വെളുത്തൂരുള്ള വൈറ്റ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വൈറ്റ് മാർട്ട്, ബെസ്റ്റ് ഏജൻസീസ്, അതുപോലെ നമ്മളെ സുഹൃത്ത് വൈറ്റ് മാർട്ട് നമ്മളെ സുഹൃത്തും കൂടി തന്നതാണ് ഈ കട്ടിലും ബെഡും. നമ്മള് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ തരാറാണ്. അങ്ങനെയാണ് ഇത് എത്തിക്കണേ നമ്മൾ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് പറയാനുള്ളത്. നമ്മളെ പിന്നെ ഏട്ടന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡയാലിസിസ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ, അതിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിപ്പോ അത്രക്കും ഭയാനകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പഞ്ചായത്തിൽ എത്രയുണ്ട്? ഇഷ്ടംമാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. എന്റെ പഞ്ചായത്തിൽ 40ഓളം ഡയാലിസിസ് രോഗികളുണ്ട്. ആർക്കും ഈ രോഗം വരാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഒരു ജീവിതത്തിലേക്ക് ഇങ്ങനെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം, പിന്നെ ഒരു വ്യക്തിയുടെ ശിവശങ്കരനെ വേട്ടയാടുന്നത്. പിന്നെ പരിശോധന മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ 2 കിഡ്നിയും പോയി എന്നുള്ളതാണ്. അന്ന് മുതൽ ഇപ്പൊ ഈ കാണുന്ന ഇന്നത്തെ ഈ ദിവസം വരെയും ഈ ചികിത്സ ഡയാലിസിസ് ആയിട്ട് പോവാണ്. അപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഇത്തരത്തിലുള്ള അസുഖം വന്നാ ഡയാലിസിന്റെ പുറത്ത് മരുന്നിനും 10,000 രൂപയോളം വേണം മാസം. അപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ പിന്നെ മൂപ്പരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കുക, അതാണ് പറയാനുള്ളത്. അതുപോലെ വൈറ്റ് മാർട്ട് ഹോം സെന്ററിന്റെ പേജും സുഹൽ തച്ചറുടെ പേജൊക്കെ ഫോളോ ചെയ്യാം. എല്ലാരും ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത് പരമാവധി ഷെയർ ചെയ്യുക. ആരെങ്കിലും നമ്മളൊരു ഷെയർ കൊണ്ട് 1 രൂപ ഇദ്ദേഹത്തിന് കിട്ടിയാല് അത് നമുക്കും കൂടി കൂലി കിട്ടുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കി എല്ലാരും ഇത് ഷെയർ ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആളുകളെ പൊതുവെ സമൂഹം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ പൊതുവില്